ലാലേട്ടൻ വന്നു പോയതിന് ശേഷം ഗബ്രിയാണെങ്കിൽ ജാസ്മിനോട് പിണങ്ങിയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കുറേ സമയം കഴിഞ്ഞ് ഗബ്രി താനെ പോയി ഫുഡ് കഴിച്ചിട്ട് വീണ്ടും വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ കിടന്നുറങ്ങിയ ഗബ്രീനെ ജാസ്മിൻ വിളിച്ചുണർത്താണ്. അപ്പോൾ വിളിച്ചുണർത്തി ജാസ്മിൻ എന്തൊക്കെയോ തെറി പറഞ്ഞിട്ട് പിന്നെ ഗബ്രിയോട് മിണ്ടാതെ ദൂരെ എങ്ങോട്ട് പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണിക്കുന്നതും എല്ലാം ഹൗസ് മേറ്റ്സ് ശ്രീതു, അർജുൻ ഇവരെല്ലാവരും നോക്കി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും, ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയോട് മിണ്ടാതെ പോയി പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗബ്രി ചെന്ന് ജാസ്മിനോട് പറയുന്നുണ്ട്, നീ എന്താ ജാസ്മിൻ എന്നോട് മിണ്ടാത്ത, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് വയ്യാണ്ട് ഞാൻ കിടന്നുറങ്ങിയിട്ട് നീ എന്നെ വിളിച്ചു നടത്തിയതല്ലേ, എന്നിട്ട് നീ പറഞ്ഞപ്പോൾ ഞാൻ എണ്ണീറ്റല്ലോ, പിന്നെ എന്താ നീ എന്നോട് മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നീയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, ഞാനെന്ത് തെറ്റാ ചെയ്തത്, എനിക്കൊരു സന്തോഷമുള്ള ദിവസമായിട്ട് പോലും നീ അത് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ പ്രശ്നം ഉണ്ടാക്കി. അവർ തമ്മിൽ വലിയ അടിയാണ്. ജാസ്മിൻ ആണെങ്കിൽ ഗബ്രീനെ തെറിയൊക്കെ വിളിച്ചിട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് ഇതുപോലെ ജാസ്മിൻ ആണെങ്കിൽ കട്ടിലേ പോയി കിടന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഗബ്രി അവിടെ വന്നിട്ട് ജാസ്മിനെ കരയാതെ എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് സോറി ചോദിക്കുകയാണ്. സോറി ചോദിച്ചിട്ട് ഇങ്ങനെ ജാസ്മിനോട് പതുക്കെ ആരും കേൾക്കാതെ സ്വരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജാസ്മിൻ നിനക്കൊരു കാര്യം അറിയാവോ, ഐ റിയലി ലവ് യു ജാസ്മിൻ, അതെന്ന് വെച്ചാൽ ഒരു റൊമാൻറ്റിക് ആയിട്ടല്ല ഞാൻ പറയുന്നത്, അതിനു മുകളിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നിങ്ങനെ ഗബ്രി പറയുകയാണ്. എന്നിട്ട് ജാസ്മിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഗബ്രി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പും കഴിഞ്ഞു, റിലേഷൻഷിപ്പും കഴിഞ്ഞ് മറ്റേതോ ഒരു തരത്തിൽ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്. ജാസ്മിൻ പിണങ്ങിയിരുന്നാൽ ഗബ്രിക്കോ, ഗബ്രി പിണങ്ങിയിരുന്നാൽ ജാസ്മിനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇതുപോലെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് മോർണിംഗ് ആവുന്നു. മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞിട്ട് ഹൗസ് മേറ്റ്സ് എല്ലാം ഒരു ന്യൂ ഡേ ന്യൂ വീക്കൊക്കെ അവർ ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പൊട്ടലും ചീറ്റലും അവിടെ വഴിക്കോടെ അങ്ങനെ നടക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇതേ സമയം ജാൻമണി പുതിയ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തിട്ട് പറയുന്നുണ്ട്, ഈ വീക്ക് എനിക്ക് ഹാപ്പി വീക്ക് ആക്കണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, അടിയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജാൻമണി കിച്ചൺ ടീമിനെ മാറ്റിയിട്ട് യമുനയുടെ ടീം കിച്ചണിലേക്ക് ആക്കുകയാണ്. ബാത്റൂം അപ്സരയ്ക്കും അതുപോലെ ഡെന്നിന് ബാത്റൂം ക്ലീനിങ്ങും ഇത് മൂന്നുമായിട്ട് ഡിവൈഡ് ചെയ്ത് നൽകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പവർ ടീമിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഹൗസ് അംഗങ്ങൾ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലക്ഷറി പോയിന്റ് കുറയാൻ കാരണം ജിൻഡോ ചെയ്ത തെറ്റാണ്, അതായത് ജിൻഡോ കിടന്നുറങ്ങിയതാണ്, അപ്പോൾ ജിൻഡോയ്ക്ക് പണിഷ്മെൻറ്റ് നൽകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുകയാണ്, എന്ത് കാരണവശാലും എൻ്റെ അച്ഛനാണ് അമ്മയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും പണിഷ്മെൻറ്റ് ഏറ്റെടുക്കാൻ ജിൻഡോ തയ്യാറല്ല എന്ന് പറയാണ്. കാരണം പണിഷ്മെൻറ്റ് വരുന്നത് ജിൻഡോയ്ക്ക് മാത്രമല്ല, ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിനും പറയുന്നുണ്ട്, അതെ ലക്ഷറി പോയിന്റ് എന്തായാലും കുറഞ്ഞ സ്ഥിതിക്ക് പണിഷ്മെൻറ്റ് ഇനി ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ജിൻഡോ അങ്ങ് ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ ചെയ്തത് വളരെ തെറ്റാണ്, നമ്മുടെ ലക്ഷറി പോയിന്റിൽ നിന്ന് മാർക്ക് കുറഞ്ഞിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പബ്ലിക്കായിട്ട് ക്ഷമ ചോദിക്കാമെന്ന് പറയാണ്. അപ്പോൾ ഒരു 70% ആൾക്കാരും ആ ഒരു ക്ഷമ ചോദിക്കലിൽ അങ്ങ് അടങ്ങുന്നുണ്ട്. പക്ഷേ ഗബ്രിക്ക് മാത്രം ആ ഒരു ചൊറി നിന്നിട്ടില്ല, അങ്ങ് എണ്ണീറ്റ് നിന്ന് വീണ്ടും പറയാണ്, അത് പറ്റത്തില്ല, എന്തായാലും ഇതുപോലെ ലക്ഷറി പോയിന്റിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത്, അതൊരു വലിയ ശിക്ഷ തന്നെ ഇതുപോലെ ജിൻഡോയ്ക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗബ്രി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പവർ ടീം അവസാനം തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും 70% ആൾക്കാരും ഇതുപോലെ ആ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ സമ്മതിച്ച സ്ഥിതിക്ക് അത് സോൾവ് ആക്കാം എന്നുള്ള രീതിയിലെത്താണ്. അതായത് ജിൻഡോയ്ക്ക് പണിഷ്മെൻ്റ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല, അതുപോലെ ജാസ്മിനും പണിഷ്മെൻറ്റ് കൊടുക്കുന്നില്ല. പിന്നീട് ഇതുപോലെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജാൻമണി നമ്മുടെ പവർ ടീമിനോട് പോയിട്ട് ഒരു ചായ തരുമോ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, എനിക്കൊരു ചായ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നു, കുറച്ച് കഴിയട്ടെ ജാൻമണി ചേച്ചി, അവരാണെങ്കിൽ ഇപ്പം കുക്കിങ്ങിന് വേണ്ടി കയറിയേക്കും, അപ്പം ഞാൻ എങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം അർജുനാണ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോയി അപ്സരയോട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറയുന്നു. അതിന് തൊട്ട് മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ജാൻമണി ക്യാപ്റ്റൻ ആണല്ലോ, പുള്ളിക്കാരി അപ്സര ഫ്ലോർ ടീമിലുള്ളതുകൊണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്സരയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അപ്സരയെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് യമുന റാണി ചിക്കൻ കറി ഉണ്ടാക്ക് എന്ന് അപ്സര പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇതുപോലെ അർജുൻ വന്ന് അപ്സരയോട് വീണ്ടും ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞത് യമുന റാണി കയറി അങ്ങ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുവാണ്. നിങ്ങൾ എന്താ ഈ വിചാരിക്കുന്നത്, ആദ്യം വന്ന്
എന്നോട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറയുന്നു. എന്നിട്ട് ഞാനത് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ജാൻമണി വന്ന് അപ്സരേനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം വീണ്ടും പറയുന്നതാണ് അപ്സരയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ പവർ ടീം എന്ന് പറയുന്നു. പവർ ടീം ഒരു കാര്യം പറയുന്നു, ക്യാപ്റ്റൻ ഒരു കാര്യം പറയുന്നു. ഇതെങ്ങനെ ശരിയാവാനാണ്? നിങ്ങളുടെയൊക്കെ കളിപ്പാവകളാണോ ഞങ്ങൾക്കും അന്തസ്സുണ്ട്. നിങ്ങൾക്കൊക്കെ ജോലി ചെയ്ത് വേലക്കാരികളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് യമുന റാണി ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യമുന റാണി എന്ന് വെച്ചാൽ കത്തി നിൽക്കുക. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് പുള്ളിക്കാരി എന്താ പറയുക, ഈ ആഴ്ച നോമിനേഷനിൽ വരുമെന്നുള്ളൊരു പേടിയുണ്ട്. മാത്രമല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നലെ പവർ ടീമിലേക്ക് ഇതുപോലെ യമുന റാണിയെ സെലക്ട് ചെയ്യില്ല. കാര്യം യമുന റാണിയെ പവർ ടീമിലേക്ക് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ നോമിനേഷനിൽ നിന്ന് ഒഴിവാകുമായിരുന്നല്ലോ. പക്ഷെ അത് നടക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു കലിപ്പാണ് യമുന റാണി നല്ലതുപോലെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വേലക്കാരൊന്നും അല്ല ഞങ്ങൾ. ഒരാൾ ഒന്ന് പറയുന്നു, മറ്റാൾ രണ്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം അങ്ങ് നല്ല രീതിയിൽ വഷളാക്കുന്നുണ്ട്. പിന്നീട് ഇതുപോലെ ഓപ്പൺ നോമിനേഷനാണ് നടക്കുന്നത്. ഓപ്പൺ നോമിനേഷനിൽ അതായത് ഓരോരുത്തരും അവരവരുടെ കാരണങ്ങൾ പറഞ്ഞ്, അതായത് ആക്റ്റീവ്നെസ് കുറവാണ് എന്നൊരു റീസണിൽ ഇതുപോലെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ യമുന റാണി ആയിരിക്കും. അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രി ഒരു ഒത്തുകളി ഉള്ളത് കൊണ്ട് കുറേ ടീം മെമ്പേഴ്സ് ജാസ്മിനെയും ഗബ്രിയെയും സെലക്ട് ചെയ്യും. പിന്നീട് ന്യൂറ വരുന്നുണ്ട്. അതുപോലെ ആദ്യമായിട്ട് ശ്രീതുവും അപ്സരയും ഈ പറഞ്ഞ നോമിനേഷനിൽ ഒക്കെ വരികയാണ്. അവൾ ഇത്രയും രണ്ടുപേരും നോമിനേഷനിൽ വരാതെ ഒന്ന് മാറി നിന്നെയായിരുന്നു. പക്ഷെ രണ്ടുപേരും അവസാനം നോമിനേഷനിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു ഋഷിയും അൻസിമയും കൂടെ, അതായത് അവർ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും കൂടെ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ അപ്സരയാണെങ്കിൽ പവർ ടീം ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും അപ്സര. അങ്ങനെ ഓപ്പൺ നോമിനേഷൻ കഴിയുവാണ്. പിന്നീട് അവിടെ തുടർന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിനും ഗബ്രിയും ഒക്കെ എങ്ങനെയെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം മറ്റ് ഹൗസ് മെമ്പർ ഇവരെ കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. പിന്നെ പുറത്തൊക്കെ ഇപ്പോൾ ഒരു സംസാര വിഷയമായേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രിയെ തേച്ചു എന്നൊരു ഭാവത്തിലാണ് ആൾക്കാർ ഇങ്ങനെ പൊതുസമൂഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ജാസ്മിനെ ഇതുപോലെ ഗബ്രിയെ തേച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ആണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ ജാസ്മിൻ ശരിയാണ് കുറച്ചധികം അടുത്ത് ഇടകവഴുകിയിട്ടുണ്ട് ഗബ്രിയോട്. എന്നാലും അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ ജാസ്മിൻ കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ അത് ഗബ്രി സീരിയസ് ആയിട്ട് എടുത്തതായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഗബ്രിക്ക് ഇത്രയും ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നീട് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ജാൻമണി ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. ജാൻമണി എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ ജാൻമണി ഒരു ചായ ചോദിച്ചായിരുന്നല്ലോ, അപ്പോൾ അവരത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാത്തത് കൊണ്ട് ജാൻമണി പ്രശ്നം ഉണ്ടാക്കുവാണ്. ഇവിടെ എന്തുവാ പവർ ടീമിന് എന്തൊരു പവറാണ് ഉള്ളതെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്യാപ്റ്റനെ കാട്ടിൽ വലുതാണോ ഈ പവർ ടീം എന്ന് പറയുന്നത്? അവർക്ക് എന്നെ പറയാൻ വേണ്ടിയിട്ട് എന്ത് അധികാരമാണ്? ഞാൻ ചായയും പഞ്ചസാരയും ഒന്നും വാങ്ങിക്കാൻ ഗതിയില്ലാത്ത വീട്ടിൽ നിന്നൊന്നും അല്ല വരുന്നത്. എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് ചായ എല്ലാം വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇത്രയും നാൾ കാണാത്തൊരു ജാൻമണിയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. അതായത് ജാൻമണി പൊതുവെ ദേഷ്യപ്പെടുന്നെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കര അഹങ്കാരത്തോടെയാണ് ജാൻമണി സംസാരിക്കുന്നത് കേട്ടത്. കാര്യം ജാൻമണിയാണ് ഏറ്റവും വലുത്, മറ്റുള്ളവരെല്ലാം ഭയങ്കര താഴെയാണ്. പ്രത്യേകിച്ച് റസ്മിൻ ബായെ കുറിച്ച് പറഞ്ഞൊരു ആരോപണം അത് അവൾ പറയുന്നുണ്ട്. റസ്മിൻ ആരാണെന്ന വിചാരം? അവൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുവാണെങ്കിൽ അവളങ്ങ് കൊച്ചി പോയി കാണിക്കട്ടെ. അവൾ ഇന്നലെ രാത്രിയാണ് നോറ പറഞ്ഞപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്ത് ഒരു ക്യാപ്റ്റനായി എനിക്ക് ചായ ഉണ്ടാക്കി തരാൻ നമുക്ക് പറ്റത്തില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ജാൻമണി പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ജാൻമണിയുടെ ആ ഒരു അഹങ്കാരം അവിടെ മൊത്തത്തിൽ ഒന്ന് പ്രത്യക്ഷമാവുകയാണ്. പിന്നീട് ഇതുപോലെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ എന്നായിരുന്നു അതിൻ്റെ ആ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പം ഫുട്ബോളിനകത്ത് ഓരോരോ ഭക്ഷണ പലഹാരങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവർ കറക്റ്റ് ആ ഒരു കോർട്ടിലോട്ട് ഈ ഫുട്ബോൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എന്താണോ ആ ബോളിൽ എഴുതിയേക്കുന്ന ഭക്ഷണ പദാർത്ഥം എന്നുള്ളത് അവർക്ക് സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പേര്, അതായത് ശ്രീതു, റസ്മിൻ ബായൊക്കെ ഉൾപ്പെടെ ജിൻഡോ ഒക്കെ ഒരുപാട് പേര് ആ ഒരു ഗോൾ പോസ്റ്റിൽ ഗോൾ അടിച്ച് ഇതുപോലെ ആ ഒരു സമ്മാനമായ ഭക്ഷണ പദാർത്ഥം നേടിയെടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. അപ്പം അതായത് ജാസ്മിൻ ഭക്ഷണം ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ചായയെ തുമ്മിയിടുന്ന കാര്യം പൊതുവായിട്ട് കാണിച്ചല്ലോ.
അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അർജുനൊക്കെ ഇങ്ങനെ അവരുടെ കൺസേൺ പറയുന്നുണ്ട്, ദേ ഉണ്ടാക്കുന്നത് ജാസ്മിനാണ്, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്, ഇനി തുപ്പിയിട്ട ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അർജുൻ പരിഭവിക്കുന്നുണ്ട്. അർജുൻ പരിഭവിക്കുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. കാര്യം ജാസ്മിന് വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് നമ്മൾ ചെയ്തത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഹൗസ് മെമ്പേഴ്സിൻ്റെ ഒരു പേടിയുണ്ട്. അപ്പോൾ ജാസ്മിനും ഗബ്രിയാണെങ്കിൽ വളരെ ആഘോഷപരമായിട്ട് അവിടെ വീട്ടിലിരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഹൗസ് മെമ്പേഴ്സ് എല്ലാം ഒരു വീട്ടിന് പുറത്തിറങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിനും ഗബ്രിയും മാത്രമേ അവിടെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ ജാസ്മിൻ പറയുന്നേടാ ഗബ്രി, ഇപ്പം ഈ വീട്ടിനുള്ളിൽ നമ്മളെ മാത്രമേ ഉള്ളൂ, ഈ ബിഗ് ബോസ് അവസാനിക്കുമ്പോഴും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ്. അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രമായി ആര് ഭക്ഷണം ഉണ്ടാക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയാണ്, അതെന്തിനാ നീ വിചാരിക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് രണ്ടുപേർക്കും കിട്ടണം എന്നാണ്. പക്ഷേ അതിന് വെച്ച വെള്ളം അങ്ങ് നോക്കിയിരുന്നാൽ മതി, അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. ജാസ്മിൻ്റെ അതിമോഹം എന്നല്ലാതെ ആ ഒരു പറഞ്ഞ പ്രസ്താവനയ്ക്ക് ഒരു വസ്തുതയും എനിക്ക് തോന്നുന്നില്ല. ഇതുമാതിരി ഇത്രയും മോശം ഗെയിം ആ ഹൗസിൽ നിന്ന് കളിച്ചിട്ട് ജാസ്മിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബിഗ് ബോസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.